Okay, once again, good morning all of you. How's your exams? Exam ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പായിരുന്നോ? സൂപ്പർ ആയിരുന്നല്ലേ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? Okay. Umar, video off ആണല്ലോ Umar. Please start your video, Umar. Okay, let us start. Okay. Okay, ഞാൻ എല്ലാവരെയും mute ചെയ്യാൻ പോവാണേ. എല്ലാവരും കേട്ടോ. Okay. അപ്പൊ നമ്മള് കൊറേ കാര്യങ്ങൾ പഠിച്ചു. എക്സാമിന് എല്ലാവരും നന്നായിട്ട് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പഠിച്ചു. പിന്നെ ബോഡി പാർട്സ് പഠിച്ചു. കീപ്പിംഗ് ക്ലീൻ അല്ലേ? ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് പഠിച്ചു. പിന്നെ എന്താണ് മൈ ഫാമിലിയെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്റെ ഫാമിലി കുറിച്ച് പഠിച്ചു. പിന്നെ മൈ ഹൗസ്, മൈ സ്കൂൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു അല്ലേ? അപ്പോ ഇനി നമ്മള് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? ദേ ഹെൽപ് അസ് അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ? അതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതായത് കുറെ പീപ്പിൾ ഉണ്ടല്ലേ ഫോർ ഹെൽപ്പിംഗ് us അല്ലേ? പോലീസ്മാൻ, ഡോക്ടർ, ടീച്ചർ, പോസ്റ്റ്മാൻ, ഗാർഡനർ, കോബ്ലർ അല്ലേ? ഇവരൊക്കെ എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലേ? പോലീസ് അല്ലേ? പോലീസിനെ കണ്ടിട്ടില്ലേ എല്ലാവരും? എങ്ങനെയാണ് പോലീസ് ഉണ്ടാവുക അല്ലേ? നല്ല കാക്കി കളറിലുള്ള യൂണിഫോം ഉണ്ടാവാം, തലയിൽ ഒരു ക്യാപ്പ് ഉണ്ടാവും അല്ലേ? കയ്യില് വയർലെസ്സും എന്തുണ്ടാവും? പിന്നെ ലാത്തി ഉണ്ടാവും അല്ലെ? ലാത്തി ഉണ്ടാവും, തോക്ക് ഉണ്ടാവും അല്ലെ? ഇതൊക്കെ കൊണ്ടാണ് പോലീസ് നിൽക്കുക അല്ലെ? അപ്പോ കുസൃതിയൊക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ പിടിച്ചോണ്ട് പോവുക ആരാണ്? പോലീസാണ് അല്ലെ? നന്നായിട്ട് പഠിക്കാതെ അമ്മ പറയുന്നത് കേൾക്കാതെ കുരുത്തക്കേടൊക്കെ കളിക്കുന്ന ആൾക്കാരെ പോലീസ് പിടിച്ചോണ്ട് പോവും അല്ലേ? അപ്പൊ ആരും ഇനി കുരുത്തക്കേടൊന്നും കളിക്കാൻ പാടില്ല അല്ലേ? കളിച്ചെന്താവും? പോലീസ് കൊണ്ടുപോകും. ഹൈജോ, why are you crying? ഹൈജോ, listen here. ഹൈജോ, നോക്കിയടാ, ലിസൺ. ഓക്കെ, ഗുഡ് ബോയ് ആയിട്ടുണ്ട് അല്ലേ? ഗുഡ് ബോയ്, സ്മാർട്ട് ആയിട്ടുണ്ട് ഹൈജോ. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ആൾക്കാരെ കുറിച്ചാണ് അല്ലേ? പോലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അവരെങ്ങനെയാ ഹെൽപ്പ് ചെയ്യാ? നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കാണാതെ കള്ളനൊക്കെ കട്ടുകൊണ്ട് പോയാ ആരാ നമുക്ക് പിടിച്ചു തരിക? പോലീസാണ് പിടിച്ചു തരിക അല്ലേ? അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടല്ലേ? എന്തെങ്കിലും കാണാതായി എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടാവുമ്പോ അതൊക്കെ ശരിയാക്കി നമ്മളെ സേവ് ചെയ്യുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ് അല്ലേ? പിന്നെ ഡോക്ടർ ഉണ്ടല്ലേ? ഡോക്ടറിന്റെ പിക്ചർ കണ്ടില്ലേ എല്ലാവരും? കയ്യില് ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ പിടിച്ച് കണ്ണടയൊക്കെ വെച്ച് നല്ല സ്മാർട്ട് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വൈറ്റ് കളർ യൂണിഫോം കോട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടല്ലേ പോലീസ്, സോറി ഡോക്ടർ അല്ലേ? നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോ നമ്മൾ എവിടെയാ പോവാ? ഡോക്ടറിന്റെ അടുത്തല്ലേ? നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകും. ഡോക്ടർ നമുക്ക് മെഡിസിൻസ് ഒക്കെ തരും. അങ്ങനെയാണ് നമ്മള് നമ്മുടെ അസുഖമൊക്കെ മാറ്റുക അല്ലെ? നല്ല അസുഖമുള്ള നല്ല കുസൃതിയുള്ള ആൾക്കാർക്കൊക്കെ ഡോക്ടർ എന്ത് തരും? ഇഞ്ചക്ഷനും തരും അല്ലെ? ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? എല്ലാവർക്കും ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ടോ? ലുബാബക്ക് കിട്ടിയിട്ടുണ്ട്, ഈദൻ, ഹൈജോ, നിതാഷ, ആദിശ്രീ, എല്ലാവർക്കും റഫാൻ, ഐവിൻ, ഏബൽ, ജിയോ അല്ലേ? എല്ലാവരും ഡോക്ടറുടെ അടുത്ത് നിന്ന് ഇഞ്ചക്ഷൻ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇല്ലേ? അപ്പോ കുസൃതിയൊക്കെ കളിക്കാതെ നന്നായിട്ട് ഇരുന്നാൽ ഡോക്ടർ ഇഞ്ചക്ഷൻ ഒന്നും തരില്ല. പക്ഷെ മരുന്ന് കഴിക്കാതെ
ഡോക്ടർ പറയുന്നതൊന്നും കേൾക്കാതൊക്കെ നിന്നാല് ഇഞ്ചക്ഷൻ ഒക്കെ തരുന്ന ആളാണ് ഡോക്ടർ അല്ലേ. അപ്പോ നമ്മുടെ അസുഖമൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡോക്ടർ അല്ലേ. അതുകൊണ്ട് ഡോക്ടറും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോ പോലീസ്മാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ ടീച്ചർ അല്ലേ. ടീച്ചർ എന്താ ചെയ്യുന്നേ? ടീച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ. ഉമർ അൺമ്യൂട്ട് ചെയ്തേ ഉമർ. ഓക്കെ, ടീച്ചർ നമ്മളെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാ ഉമർ? ടീച്ചർ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്ന? പഠിപ്പിക്കും അല്ലേ. ഓക്കെ, പഠിപ്പിക്കും. ടീച്ചർ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിക്കും അല്ലേ. അപ്പൊ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. ടീച്ചർ വന്നതോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ടീച്ചറും പെടുക അല്ലേ. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ എഴുതാൻ ഹെൽപ്പ് ചെയ്യും, പാട്ട് പാടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ടീച്ചർ അല്ലേ. അപ്പൊ ടീച്ചർ പറയുന്നതും നമ്മൾ കേൾക്കണം അല്ലേ. അപ്പോ പോലീസ്മാനും ഡോക്ടറും ടീച്ചറും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ടീച്ചർ ഈസ് ഹെൽപ്പിംഗ് us to study well അല്ലേ. നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ടീച്ചർ അല്ലേ. അല്ലാതെ നിങ്ങളെ തല്ലാനോ വഴക്ക് പറയാനോ പേടിപ്പിക്കാനോ ഒന്നുമല്ല ടീച്ചേഴ്സ് വരുന്നത് അല്ലേ. എന്തിനാ വരുന്നത്? പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോ ടീച്ചേഴ്സ് പറയുന്നൊക്കെ കേട്ട് നന്നായിട്ട് പഠിക്കണ്ടേ. അപ്പൊ ചില ടീച്ചേഴ്സ് വഴക്കൊക്കെ പറയുന്നുണ്ടാവും അല്ലേ. അതെന്തിനാണ്? നമ്മള് നന്നായി പഠിക്കാൻ വേണ്ടിയാണല്ലേ. അപ്പോ നിങ്ങളെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് ടീച്ചർ വരുന്നത്. അപ്പോ എല്ലാവരും ടീച്ചർ പറയുന്നത് കേൾക്കുക, അതുപോലെ പഠിക്കുക അല്ലേ. പിന്നെന്താണ്? പോസ്റ്റ്മാൻ ഉണ്ടല്ലേ. പോസ്റ്റ്മാൻ അതാരാണ്? പോസ്റ്റ്മാൻ നമ്മുടെ പോലീസ്മാനെ പോലെ തന്നെ ഏകദേശം ഒരു തൊപ്പി ഉണ്ട്, സെയിം കളർ യൂണിഫോം ഉണ്ട്, ഷോൾഡറിൽ ഒരു ബാഗ് ഒക്കെ തൂക്കിയിട്ടുണ്ട്, കയ്യിൽ കുറെ സാധനങ്ങളും പിടിച്ചിട്ടുണ്ട്. ആരായിരിക്കാം പോസ്റ്റ്മാൻ? ഫാത്തിമ മെഹ്റീൻ അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഫാത്തിമ, ഹൂ ഈസ് ദ പോസ്റ്റ്മാൻ? ആരാണ് മോളെ പോസ്റ്റ്മാൻ? ആരാണ് പോസ്റ്റ്മാൻ? കത്ത് കൊണ്ട് തരുന്നവര് അല്ലേ. കത്ത് കൊണ്ട് തരുന്ന ആളാണ് അല്ലേ പോസ്റ്റ്മാൻ. നമുക്ക് ആരെങ്കിലും ഇപ്പോ കത്തൊക്കെ അയക്കും അല്ലേ ദൂരെന്ന്. നിങ്ങൾക്ക് ആരെങ്കിലും കത്ത് അയക്കാറുണ്ടോ? ഇല്ല അല്ലേ. അയ്യോ, കഷ്ടായിപ്പോയി അല്ലേ. ആരും കത്തയക്കാറില്ല അല്ലേ. ഇപ്പോ ഫോണും ഇന്റർനെറ്റും ഒക്കെ വന്നോണ്ട് ഇപ്പൊ ആർക്കും കത്തയക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫോൺ വിളിക്കും, ചോദിക്കും. ദുബായിലുള്ള അച്ഛനും അങ്കിളും ഒക്കെ എന്ത് ചെയ്യും? നമ്മളെ നെറ്റിൽ കൂടെ വീഡിയോ കോള് വിളിക്കും, ഫോൺ വിളിക്കും. അതുകൊണ്ട് കത്ത് എഴുതേണ്ട കാര്യമില്ല അല്ലേ. പക്ഷേ പണ്ട് എന്താണ്? ഫോൺ ഉണ്ടോ, കമ്പ്യൂട്ടർ ഉണ്ടോ? ഒന്നുമില്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ കത്തയക്കണം അല്ലേ. കത്തയക്കണം. പിന്നെ ആ കത്ത് കുറെ പോയി പോസ്റ്റ് ഓഫീസിലെത്തി. അവിടുന്ന് അത് പോസ്റ്റ്മാന് കിട്ടി. പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? കത്തെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും അല്ലേ. കുറെ ദിവസങ്ങൾ വേണം എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ അല്ലേ. ഇപ്പൊ നിങ്ങളുടെ അച്ഛനൊക്കെ ദുബായിലൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മുടെ പാരന്റ്സിനോടൊക്കെ, ദുബായിലുള്ള ആൾക്കാരോടൊക്കെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കത്തെഴുതണം. കത്തെഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അത് പോസ്റ്റ് ചെയ്യണം. പിന്നെ അവിടുന്ന് ആ കത്ത് കുറെ കൈമാറി ദുബായിൽ എത്തണം. പിന്നെ ദുബായിലെത്തി ആ കത്ത് വായിച്ച് അതിന് മറുപടി എഴുതി തിരിച്ചയച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് താമസമുണ്ട്. പക്ഷെ ഇപ്പൊ ആണെങ്കിലോ നമ്മൾ വേഗം ഫോൺ എടുക്കും, വിളിക്കും, സംസാരിക്കും, കാര്യങ്ങൾ പറയും, വെക്കും അല്ലേ. വെരി ഈസി ആണല്ലേ. നമ്മുടെ ടെക്നോളജീസ് ഒക്കെ ഒരുപാട് ഡെവലപ്പ് ആയതുകൊണ്ട് ഇപ്പോ പോസ്റ്റ്മാൻ ഒന്നും വലിയ റോളൊന്നും ഇല്ല അല്ലേ. എന്നാലും പണ്ട് ഇപ്പോഴും എന്തെങ്കിലും ജോലിയുടെ ആപ്ലിക്കേഷനോ അപ്പോയിന്റ്മെന്റ് ലെറ്ററോ അങ്ങനെയൊക്കെയാണ് മിക്കവാറും
പിന്നെ പോസ്റ്റ്മാൻ കൊണ്ടുതരിക അല്ലെ. കത്ത് നമുക്ക് കിട്ടുക വളരെ കുറവാണ് അല്ലെ. എന്നാലും നിങ്ങള് വെറുതെ വേണമെങ്കിൽ ഒരു കത്തൊക്കെ എഴുതി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം അല്ലെ. ഒരു കത്തെഴുതി ആർക്കെങ്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സിനെല്ലാം കത്തെഴുതുക, പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോവുക, പോസ്റ്റ് ചെയ്യാം. നല്ല രസല്ലേ. അവര് വായിക്കും, പിന്നെ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും അല്ലെ. അത് നമ്മുടെ വീട്ടിൽ കിട്ടും. അപ്പോ പോസ്റ്റ്മാൻ നമുക്ക് കത്ത് കൊണ്ടുതരുന്ന ആളാണ് അല്ലെ. പോലീസ്മാൻ എന്താണ്? കള്ളന്മാരെ പിടിക്കുന്ന ആളല്ലേ. ആദിശ്രീ ഭയങ്കര അലമ്പാണല്ലോ. ആദിശ്രീ ഇങ്ങോട്ട് നോക്ക്. എന്തെന്നാ ചെയ്യുന്നേ ആദിശ്രീ? ചൊറിയുന്നുണ്ടല്ലേ ആദിശ്രീ? കൈക്ക് എന്താ പറ്റി ആദിശ്രീ? ഓക്കേ, എല്ലാരും ശ്രദ്ധിക്ക. ഓക്കേ, അപ്പോ എന്താണ്? പോലീസ്മാൻ കള്ളന്മാരെ പിടിക്കുന്ന ആളാണ്. പിന്നെ പോസ്റ്റ്മാൻ നമുക്ക് കത്തൊക്കെ കൊണ്ടുതരുന്ന ആളാണ് അല്ലെ. ആദിശ്രീ മോളെ എന്ത് പറ്റി മോളെ കൈക്ക്? അൺമ്യൂട്ട് ചെയ്തേ. കൊതുക് കടിച്ചതാന്നാ? കൊതുകിനെ കടിക്കാൻ സമ്മതിക്കാൻ പാടില്ല. കൊതുക് കടിച്ചാ എന്ത് പറ്റും? കൊതുക് കടിച്ചാ എന്ത് പറ്റും ആദിശ്രീ? ആ, അസുഖം വരുമല്ലേ. അപ്പൊ കൊതുക് കടിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? കൊതുകിനെ കൊല്ലണം അല്ലേ. കൊതുകിനെ കൊല്ലണം. ഓക്കേ, അപ്പോ എന്തുണ്ട്? പോസ്റ്റ്മാൻ ഉണ്ട് അല്ലേ. പോസ്റ്റ്മാൻ നമുക്ക് കത്ത് കൊണ്ട് തരുന്ന ആളാണ്. പോലീസ്മാൻ നമ്മുടെ കള്ളന്മാരെയൊക്കെ പിടിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഡോക്ടർ they save us from diseases അല്ലേ. ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമ്മളെ സേവ് ചെയ്യുന്ന ആളാണ് ഡോക്ടർ. ടീച്ചർ എന്താണ്? നമ്മളെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് they help us to study well. നന്നായി പഠിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ടീച്ചർ. then gardener. gardener എന്ന് വെച്ചാൽ ആരാണ്? ഇഷാനി, gardener എന്ന് വെച്ചാൽ ആരാണ് മോളെ ഇഷാനി? പൂവൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആള്. പൂവാണോ നടുക, ചെടിയാണോ നടുക? ചെടി അല്ലേ. ചെടി നട്ടാലാണ് അത് വളർന്ന് 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 ആദ്യം കുഞ്ഞു ചെടി ഉണ്ടാവും. പിന്നെ അത് ഓരോ ദിവസം കഴിയുമ്പോഴും വലുതായി 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 അവസാനം എന്തുണ്ടാവും? കുഞ്ഞു മുട്ടുണ്ടാവും അല്ലേ. ചെടീന്റെ മുകളില് കുഞ്ഞു മുട്ടുണ്ടാവും. പിറ്റേന്നൊക്കെ അത് വിരിഞ്ഞ് നല്ല പൂവുണ്ടാവും അല്ലേ. അപ്പൊ ആ പൂവിനെ തിന്നാൻ വേണ്ടി എന്തൊക്കെ വരും? പൂവിനെ തിന്നാൻ വേണ്ടി പുഴു വരും. പിന്നെ തേൻ കുടിക്കാൻ വേണ്ടി പൂമ്പാറ്റ വരും. പിന്നെ വെട്ടിലും പ്രാണിയും ഒക്കെ വരും അല്ലേ. എന്തിനാ? ഈ പൂവിന്റെ തേൻ കുടിക്കാൻ, പൂവിനെ തിന്നാനൊക്കെ വേണ്ടിട്ട് എന്തൊക്കെയോ ജീവികളൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ജീവികളൊക്കെ ഓടിച്ച് പൂവിനും ചെടിക്കും എല്ലാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കണം അല്ലേ. അപ്പൊ അതിനൊരാള് വേണം അല്ലേ. ചെടിയൊക്കെ നട്ട് അതിനെ നന്നായി കെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗാർഡനർ വേണം അല്ലേ. പൂന്തോട്ടക്കാരനല്ലേ, തോട്ടക്കാരനല്ലേ. നന്നായിട്ട് പൂവൊക്കെ വളരുമ്പോ അതിന്റെ ഇലയൊക്കെ വെട്ടി വൃത്തിയാക്കി നന്നായി വെള്ളം ഒഴിച്ച് വളമിട്ട് നന്നായി അറേഞ്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗാർഡനർ അല്ലേ. ഹൈജോ കുസൃതി കളിക്കാണല്ലേ ഹൈജോ. ഹൈജോന്റെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്നുണ്ടല്ലേ അവൻ അല്ലേ. ഹൈജോന്റെ സിസ്റ്റർ, നമുക്ക് അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ അല്ലേ. ഇഞ്ചക്ഷൻ കൊടുക്കാം. ഓക്കെ ഹൈജോ, ചേച്ചി പറയുന്നു കൊണ്ടുപോവാന്ന്. ഓക്കെ, ക്ലാസ് കഴിയട്ടെ, എന്നാ അവിടെ നമുക്ക് പോകാം. ഓക്കെ ഓക്കെ. അപ്പൊ ഗാർഡനർ എന്താ ചെയ്യാ? പൂവൊക്കെ ചെടിയൊക്കെ നട്ട് നന്നായി വൃത്തിയാക്കി പൂവിനൊക്കെ കെയർ ചെയ്യുന്ന ആളാണല്ലേ. പൂക്കളെ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടാണല്ലേ. എല്ലാരുടെ വീട്ടിലും പൂക്കളുണ്ടോ? ഉണ്ടോ? പൂക്കളും പൂന്തോട്ടമൊക്കെ ഉള്ളവരൊന്ന് കൈപൊക്കിയേ. ഇഷാനിന്റെ വീട്ടിലില്ല ഇഷാനി? ഉണ്ടല്ലേ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലേ. എയ്തൻ തോമസ് കൈ ഉയർത്തി കാണിച്ചേ. എല്ലാവരുടെ വീട്ടിലും പൂക്കൾ ഉണ്ടല്ലേ. അൻവിത മോളെ വീട്ടില് പൂക്കളില്ല? ഉണ്ടല്ലേ.
ഐവിൻ ജോസഫ്, പൂക്കളില്ലേ മോനെ? ഉണ്ടല്ലേ. പൂക്കള് കാണാൻ നല്ല ഭംഗിയാണല്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടാണല്ലേ. നല്ല മണം ഉണ്ടാവും, നല്ല ഭംഗിയാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് പൂന്തോട്ടമൊക്കെ ഉള്ളത് കാണാനല്ലേ. വെറുതെ ആരും പൂക്കളൊന്നും പറിച്ച് കളയാൻ പാടില്ല അല്ലേ. അത് ചെടീന്റെ മുകളിൽ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പൊ അതിനൊക്കെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഗാർഡനർ അല്ലേ. നന്നായി ചെടിയൊക്കെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ആളാണ് ഗാർഡനർ. Then next one is cobbler. Cobbler എന്ന് വെച്ചാൽ എന്താണ്? ആർക്കറിയാം cobbler? Rafan, who is the cobbler, Rafan? ആരാണ് cobbler? പണിക്കാരൻ. എന്ത് പണിക്കാരനാണ്? എല്ലാരും പണിക്കാരാണല്ലേ. അങ്ങനെ പണിക്കാരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പണിക്കാരാണ് അല്ലേ. പോലീസ് ഒരു പണിക്കാരനാണ്, ഡോക്ടർ പണിക്കാരനാണ്, ഗാർഡനറും ടീച്ചറും പോസ്റ്റ്മാനും എല്ലാവരും ചെയ്യുന്നത് പണിയാണ് അല്ലേ. പണി ചെയ്യുന്ന എല്ലാവരും എന്താണ്? പണിക്കാരാണ്. പക്ഷെ കോബ്ലർ എന്ന് വെച്ചാൽ വെറും പണിക്കാരനാണോ? ഇതെന്താ ചെയ്യുന്നേ? കോബ്ലറിന്റെ പിക്ചർ നോക്കിയേ റഫാൻ. ടെക്സ്റ്റിൽ നോക്കട്ടെ, ഉമ്മാന്റെ മുഖത്തല്ല നോക്കേണ്ടത്, പുസ്തകം നോക്കറഫാൻ. കോബ്ലർ എന്താ ചെയ്യുന്നവിടെ? എന്തോ ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ആദിശ്രീയോട് ചോദിച്ചു നോക്കാം അല്ലേ. ആദിശ്രീ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ. ചെരുപ്പ് ചെരുപ്പ് തുന്നുന്ന ആൾ അവിടെ ഇരിക്ക. ആദിശ്രീ ഫോണിലൂടെ കേറി ഇങ്ങോട്ട് വരുമോ ആദിശ്രീ? സീറ്റിലിരിക്കി. ഓക്കെ. കോബ്ലറിന് വെച്ചെന്താണ്? ചെരുപ്പൊക്കെ തുന്നുന്ന ആളാണ് അല്ലെ. നമ്മുടെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? ചെരുപ്പ് തുന്നാൻ കൊണ്ടുപോകും അല്ലെ. അത് കൊറേ കാലം ഇട്ടിട്ടിട്ട് പൊട്ടയായ ചെരുപ്പൊന്നും കൊണ്ടുപോവില്ല. പക്ഷെ നമ്മള് പുതിയ ചെരുപ്പ് വാങ്ങി ഒരു ദിവസം യൂസ് ചെയ്തു, പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചെരുപ്പ് പൊട്ടിപ്പോയി വെച്ചാല് നമ്മൾ എന്ത് ചെയ്യും? തുന്നാൻ വേണ്ടി കൊണ്ടുപോകും അല്ലേ. അപ്പൊ നമ്മുടെ ചെരുപ്പും പൊട്ടിയ ബാഗും ഒക്കെ തുന്നി വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അവര് ചെയ്യുന്നതും ഒരു ജോലിയാണല്ലേ. നമ്മുടെ ചെരുപ്പൊക്കെ അവര് തുന്നി വൃത്തിയാക്കി തരും. നമ്മളപ്പോ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ പണി ചെയ്യുന്ന ആൾക്കാരെയാണ് കോബ്ലർ എന്ന് പറയാ അല്ലെ. കോബ്ലർ ഉണ്ട്, ഗാർഡനർ ഉണ്ട്, ടീച്ചർ, പോസ്റ്റ്മാൻ, പോലീസ്മാൻ, ഡോക്ടർ. ഇവരൊക്കെ എന്താണ്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഇവരൊന്നും കൂടാതെ ഇനി വേറെ ആരൊക്കെ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ? ആരോ ഒരാളുടെ പേര് പറയാം. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്. ഇവരൊന്നും കൂടാതെ കുറെ പേരുണ്ട് അല്ലെ. നമ്മളെ പല ടൈപ്പിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. ആരാണ് റഫാൻ? ഒന്ന് പറഞ്ഞു മോനെ റഫാൻ. വക്കീല് അല്ലേ. ഓക്കെ. അഡ്വക്കേറ്റ്സ് അല്ലേ. അഡ്വക്കേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും അല്ലെ. നമുക്ക് എന്തെങ്കിലും കേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? കോടതിയിൽ പോകും, നമുക്ക് വേണ്ടി പറയും, നമ്മുടെ കേസൊക്കെ റെഡിയാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. അഡ്വക്കേറ്റ്സ് അല്ലേ. വക്കീൽ അല്ലെ. അഡ്വക്കേറ്റ്സ് പറയും അല്ലെ. പിന്നെ വേറെ ആരുണ്ട്? വേറെ ഒരു പേരാരാ പറയാ? ലുബാബ പറഞ്ഞ മോളെ, ഒരു പേര് പറഞ്ഞേ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാള്. പോലീസ്മാൻ, ഡോക്ടർ, ടീച്ചർ, ഫാദർ. അത് റൈറ്റ് ആൻസർ ആണോ? ഫാദർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ അതൊരു സർവീസ് അല്ലല്ലോ. എല്ലാ പേരൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോ ഫാദർ എന്നല്ലേ പറഞ്ഞ മോളെ ലുബാബ? സെർവന്റ് അല്ലേ. സെർവന്റ് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ തീർക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളപ്പോ അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കും അല്ലേ. അപ്പൊ സെർവന്റ്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. Then ആരാ പറയാ ഒരു പേര്? ആദിശ്രീ ഒരു പേര് പറഞ്ഞ മോളെ. Who help us? Helping people. ആരൊക്കെയാണ് ആദിശ്രീ? കേട്ടില്ല.
ഡ്രൈവർ. ഓക്കെ, വെരി ഗുഡ് അല്ലെ. ഡ്രൈവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ബസ്സിന്റെ ഡ്രൈവർ ഉണ്ട്, കാർ ഡ്രൈവർ, ഓട്ടോറിക്ഷ ഡ്രൈവർ, അങ്ങനെ കുറെ ജീപ്പ് ഡ്രൈവർ, കുറെ ഡ്രൈവേഴ്സ് ഉണ്ട് അല്ലെ. ആരൊക്കെയാ വലിയതാകുമ്പോ ഡ്രൈവർ ആകാൻ പോകുന്ന ആൾക്കാര്? ആ, ലുബാബ ഡ്രൈവർ ആവാനാണോ പോകുന്നത്? ബെൽജിയോ എല്ലാരും ഡ്രൈവർ ആവാൻ പോവാണല്ലേ. മോശമില്ലല്ലോ. നിങ്ങള് ഡ്രൈവർ ആവാൻ പോവാ. ആർക്കും ഡോക്ടറും എഞ്ചിനീയറും പോലീസും ഒന്നും ആകണ്ടേ? നമ്മുടെ ബോയ്സിനെല്ലാം ഡ്രൈവർ ആകാൻ ആയിരിക്കും അല്ലേ ഇഷ്ടമുണ്ടാവുക. ഡ്രൈവർ ആകണ്ടെന്നല്ല, എല്ലാവരും നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പോലീസ് ആകാം, ഡോക്ടർ ആകാം, എഞ്ചിനീയർ ആകാം എന്ന് വിചാരിച്ച് ഡ്രൈവർ ആകുന്നത് മോശമാണെന്നല്ല മിസ് പറഞ്ഞത്. പക്ഷേ പോലീസും ഡോക്ടറും ഒക്കെ ആയി എന്ത് പറ്റും? നമുക്ക് കുറെ പൈസ കിട്ടും അല്ലേ. കുറെ പൈസ കിട്ടും. നല്ല എന്തുണ്ടാവും? നല്ല സൊസൈറ്റിയിലൊക്കെ നല്ല വിലയുണ്ടാവും അല്ലേ. പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും നല്ല റെസ്പെക്ട് ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മള് പോലീസും ഡോക്ടറൊക്കെ ആയി എന്ത് ചെയ്യാം? നമുക്ക് ഡ്രൈവും ചെയ്യാം അല്ലേ. പോലീസ് ആവുക, ഡോക്ടർ ആവുക, നല്ല പൈസ ഉണ്ടാക്കുക, നല്ല കാറ് വാങ്ങിക്കുക, എന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ, ഡ്രൈവ് ചെയ്ത് പോവാ അല്ലേ. അപ്പൊ എല്ലാവരും അങ്ങനെയാണ് ആകേണ്ടതല്ലേ. നല്ല പോലീസ്മാൻ ആവണം. ആരൊക്കെ ഉണ്ട് പോലീസ് ആകാൻ നിൽക്കുന്നവര്? എത്ര പേരുണ്ട് പോലീസ് ആകാൻ വിചാരിക്കുന്ന? റഫാൻ പോലീസ് ആകാനാണ് പോകുന്നത്. ഐവിൻ, ഏതൻ തോമസ്, ഏതൻ മാത്യു എല്ലാവരും. നിറ്റാഷൊക്കെ പോലീസ് ആവാൻ പോവാണല്ലേ. നല്ലതാണല്ലേ. നന്നായിട്ട് പഠിക്കുക, നല്ല എക്സാം ഒക്കെ എഴുതുക, നല്ല മാർക്ക് വാങ്ങുക, പെട്ടെന്ന് പോലീസ് ആകാൻ പറ്റും അല്ലേ. അല്ലേ? ഓക്കെ. അപ്പോ ഡ്രൈവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റഫാൻ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ്സ് ഉണ്ട്, ലുബാബ പറഞ്ഞ പോലെ സെർവൻസ് ഉണ്ട്. അങ്ങനെ കുറെ പേര് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ട് അല്ലെ. വേറെ ആരാ പേര് പറഞ്ഞ ഇഷാനി? വേറെ ആരാ നമ്മളെ ഹെൽപ്പ് ചെയ്യാം? എഞ്ചിനീയേഴ്സ് അല്ലെ. എഞ്ചിനീയേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എഞ്ചിനീയേഴ്സ് ഒക്കെ എന്താ ചെയ്യാ? നല്ല വീടിന്റെ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി തന്ന് നല്ല വീട് വെക്കാനൊക്കെ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോ പോലീസ്മാനും ഡോക്ടറും ടീച്ചറും മാത്രല്ല, ഗാർഡനറും കോബ്ലറും ഡ്രൈവറും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരാണ് അല്ലേ. എല്ലാവരും ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാല് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനാവുള്ളൂ അല്ലേ. അപ്പോ ആരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചാല് എന്ത് പറയണം? ഡോക്ടർ, ടീച്ചർ, പോലീസ്മാൻ, ഡ്രൈവർ, കോബ്ലർ, ഗാർഡനർ, പോസ്റ്റ്മാൻ, ഇതൊക്കെ പറയണം അല്ലേ. ഓക്കെ. ഇനി ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട് അല്ലെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് നോക്കിയേ. പേജ് നമ്പർ 71 നോക്ക്. എല്ലാവരും നോക്കിയേ. നമ്മുടെ എക്സാമിന് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ. സർക്കിൾ ദ തിങ്സ് that help you to keep clean അല്ലേ. Circle the things that help you to keep clean. അങ്ങനെ വെച്ചാൽ എന്താണ്? സർക്കിൾ ദ തിങ്സ് അല്ലേ. ഈ സാധനങ്ങള് റൗണ്ട് ചെയ്യാ, സർക്കിൾ ചെയ്യാ. എന്ത്? that help you to keep clean. നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ സാധനങ്ങൾ ഉണ്ട് ഇതിലല്ലേ. അപ്പൊ അതിന് നമ്മള് സർക്കിൾ ചെയ്ത് കൊടുക്കണം. സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ആർക്കറിയാം സർക്കിൾ? ലുബാബ കാണിക്കുന്നുണ്ട് അല്ലേ. റൗണ്ട് അല്ലേ, വട്ടിടുക അല്ലേ. അപ്പൊ അവിടെ കുറെ പിക്ചേഴ്സ് ഉണ്ടല്ലേ. ചെയർ ഉണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, കോംബ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ബ്രഷ് ഉണ്ട്, സോപ്പ് ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങള് അവിടെ ഉണ്ട്. അപ്പോ നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സോപ്പിന് അവിടെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരല്ലേ. സോപ്പ് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. എന്തിനാ ഹെൽപ്പ് ചെയ്യാ? ക്ലീൻ ആയിരിക്കാൻ വേണ്ടി സോപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ചെയർ നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? നോ അല്ലേ. നോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒന്നും ചെയ്യണ്ട.
ചെയർ അതുപോലെ അവിടെ ഇരുന്നോട്ടെ, അത് നമ്മൾ തൊടാനേ പോണ്ട. ഓക്കെ. ദെൻ കോംബ് ഉണ്ടല്ലേ, കോംബ് കണ്ടോ, ഒരു ഹെയർ ഒക്കെ കോംബ് ചെയ്യുന്ന ഒരു കോംബ് ഉണ്ട് അവിടെ. കോംബ് ഉണ്ട് എല്ലാവരും. കോംബ് എന്ന് വെച്ചാൽ എന്താണ്? ചീപ്പ് അല്ലേ, നമ്മള് തലയൊക്കെ ചീകി നല്ല നീറ്റ് ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോംബ്. അപ്പൊ കോംബ് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും? നീറ്റ് ആയിരിക്കാൻ വേണ്ടി അല്ലേ, ക്ലീൻ ആയിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്യണം അല്ലേ. അപ്പൊ കോമ്പിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തേ. നല്ല വൃത്തിയായിട്ട് പെൻസിൽ കൊണ്ട് മാത്രം വട്ടത്തിലൊന്ന് റൗണ്ട് ചെയ്യാം കോംബ്. ഉമർ എന്ത് ചെയ്യുന്നു? ഉമർ വേഗം റൗണ്ട് ചെയ്യ്. എയ്തൻ തോമസ്, വാട്ട് ആർ യു ഡൂയിങ് there? പ്ലീസ് റൗണ്ട്. കോംബ് എടുക്ക. ഓക്കെ, വെരി ഗുഡ്. എയ്തനൊക്കെ ചെയ്തു അല്ലേ? ചെയ്ത് എത്ര പേരുണ്ട്? ഇഷാനി ചെയ്തു, റഫാൻ ചെയ്തു, ആദിശ്രീ ചെയ്തു. ചെയ്യാത്തവരൊക്കെ വേഗം ഒരു റൗണ്ട് ചെയ്ത് കൊടുക്ക. ഓക്കെ. പിന്നെ ടൂത്ത് പേസ്റ്റ് അല്ലേ, ടൂത്ത് പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ടു ഹെൽപ്പ് us to brush our teeth അല്ലേ, പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ടൂത്ത് പേസ്റ്റ് എന്താണ്? ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തിങ്സ് ആണ് അല്ലെ. അപ്പൊ അതും നമ്മൾ ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ടൂത്ത് പേസ്റ്റിനും വട്ടം വരച്ചു കൊടുക്കാം നമ്മള്. ഓക്കെ. ദെൻ ഐസ്ക്രീം. ഐസ്ക്രീം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വൃത്തിയായിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ടോ? ആന്നല്ലേ, എല്ലാരും പറയുന്നു ആന്ന്. ഐസ്ക്രീം നമ്മളെ വൃത്തിയാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഐസ്ക്രീം എന്താ ചെയ്യുന്നേ? നമ്മള് പല്ല് വൃത്തിയേടാക്കുക ചെയ്യാല്ലേ. അപ്പൊ ഐസ്ക്രീമിന് ഒന്നും ചെയ്യണ്ട, റൗണ്ട് ചെയ്യണ്ട. ഓക്കെ. പിന്നെ ടൂത്ത് ബ്രഷിന്റെ പിക്ചർ ഉണ്ടല്ലേ അവിടെ. ടൂത്ത് ബ്രഷ് നമ്മള് ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോ ടൂത്ത് ബ്രഷിനും ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ കോമ്പിന് റൗണ്ട് ചെയ്യുക, ടൂത്ത് പേസ്റ്റ് റൗണ്ട് ചെയ്യുക, ടൂത്ത് ബ്രഷ് റൗണ്ട് ചെയ്യുക, സോപ്പിന് ഓൾറെഡി അവര് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തോ സോപ്പിനും കൂടെ. ഒരു റൗണ്ട് ചെയ്യണമെന്ന് നമുക്കിപ്പൊ തോന്നുന്നുണ്ടാവും അല്ലേ സോപ്പ് കാണുമ്പോ. വെറുതെ വേണമെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്തോ, നല്ല നീറ്റ് ആയിട്ട്. ഓക്കെ. അപ്പോ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, കോംബ്, സോപ്പ് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി. ഓക്കെ. ഇനി അതിന്റെ താഴെ കുറെ പിക്ചേഴ്സ് ഉണ്ട് അല്ലെ. എന്തുണ്ട്? ചെയറും ടേബിളും ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ഡസ്റ്ററും ചോക്കും ഉണ്ട്, ബെഡ് ഉണ്ട്. അപ്പോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? കളർ ദ ബോക്സ് ഗ്രീൻ ഫോർ തിങ്സ് ഫൗണ്ട് അറ്റ് ഹോം, കളർ ദ ബോക്സ് റെഡ് ഫോർ തിങ്സ് ഫൗണ്ട് ഇൻ സ്കൂൾ. അപ്പോ അവിടെ ഓരോ പിക്ചേഴ്സ് ഉണ്ട്, അതിനൊക്കെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഇതിൽ ഏതൊക്കെ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ കാണാന്ന് നോക്കാം. വീട്ടിൽ കാണുന്ന സാധനങ്ങൾക്ക് നമ്മള് എന്ത് ചെയ്യണം? ഗ്രീൻ കളറിൽ കളർ ചെയ്യണം അല്ലെ ആ ബോക്സ്. പിന്നെ സ്കൂളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾക്ക് നമ്മള് റെഡ് കളറും കൊടുക്കണം. അതിപ്പോ ചെയ്യണ്ട, എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ടാവുമ്പോ കളർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വീട്ടിലുള്ള സാധനങ്ങൾക്ക് എന്ത് കൊടുക്കണം? പച്ച കളർ കൊടുക്കാം. സാധനത്തിന്റെ പിക്ചറിന് കൊടുക്കണ്ട, അതിന് താഴെ ഒരു ബോക്സ് ഇല്ലേ, ആ ബോക്സിൽ നല്ല നീറ്റ് ആയിട്ട് ചെറുതായിട്ട് കളർ ചെയ്ത് കൊടുക്കാം. കളറ് എല്ലാവരുടെ അടുത്ത് കളർ ഉണ്ടാവൂലേ. കളർ ഇല്ലാത്തവര് കളർ വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കളർ ഇല്ലാത്തവർ എന്ത് ചെയ്യാ? പെൻസിലും കൊണ്ട് ചെറുതായിട്ട് ഒരു വട്ടോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പൊ എല്ലാ കളറും ഒരുപോലെ ആവും അല്ലേ. കളർ ഇല്ലാത്തവർ എന്ത് ചെയ്യണം? വീട്ടിൽ കാണുന്നതിന് ഒരു പെന്നുണ്ടാവില്ലേ എല്ലാവരുടെ അടുത്തും. കളർ ഇല്ലാത്തവര് ഒരു പെണ്ണെടുക്കുക. അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾക്ക് നീല മഷി കൊണ്ട് കളർ ചെയ്യുക. ഇപ്പൊ സ്കൂളിലുള്ള സാധനങ്ങൾക്ക്
ബ്ലാക്ക് ഇങ്ക് കൊണ്ടും കളർ ചെയ്യാം. കളർ ഇല്ലാത്തവര് ഓക്കെ, എല്ലാവരുടെ അടുത്തും കളർ ഉണ്ടാവുമായിരിക്കില്ലേ, കളർ ഇല്ലാത്തവരൊന്നും വിഷമിക്കണ്ട, അങ്ങനെ ചെയ്താൽ മതി ഓക്കെ. അപ്പോ നല്ല നീറ്റായിട്ട് ചെറിയതായിട്ട് കളർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, വൈകുന്നേരം ആവുമ്പോഴേക്കും മിസ്സിന്റെ ഫോണിലോട്ട് പേഴ്സണൽ ആയിട്ട് പിക്ചർ അയച്ചു തരണം. ഈ റൗണ്ട് ചെയ്തതിന്റെയും ഈ കളർ ചെയ്തതിന്റെയും ഒരു ഫോട്ടോ എടുക്കുക. മിസ്സിന്റെ നമ്പറിൽ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണ്ട, ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മള് ഈ കളർ ചെയ്തതൊക്കെ ഗ്രൂപ്പിൽ ഇടുമ്പോ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട അല്ലെ. നിങ്ങൾക്ക് ഒരുപാട് എഴുതിയിട്ടൊക്കെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാനുണ്ടല്ലേ. നമുക്ക് EVSന് എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കളർ ചെയ്തിട്ടുണ്ടോ, നന്നായി റൗണ്ട് ചെയ്യാൻ അറിയാന്നൊക്കെ മിസ്സിന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മിസ്സിന്റെ നമ്പർ എല്ലാവർക്കും അറിയില്ലേ, കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് മിസ്സിന് മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും മിസ്സിന്റെ നമ്പർ എടുക്കുക. LKGന്റെ ഗ്രൂപ്പിലായാലും മിസ്സിന്റെ നമ്പർ ഉണ്ട്, 9544163015. ഇതാണ് എന്റെ നമ്പർ ഓക്കെ, 9544163015. ഓക്കെ, ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യണം, പേഴ്സണൽ ആയിട്ട് മിസ്സിന് മെസ്സേജ് അയക്കാം ഫോട്ടോ എടുത്തിട്ട്. ഓക്കെ ഓക്കെ, റഫാനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ നല്ല നീറ്റ് ആയിട്ട് മാത്രം കളർ കൊടുക്ക. ഈ ബോക്സിന്റെ പുറത്ത് പോകാനേ പാടില്ല. ഇവിടെ ടേബിളിനും ചെയറിനും റെഡ് കളർ കൊടുത്തിട്ടുണ്ടല്ലേ, അത് സ്കൂളിൽ ഉണ്ടാവുന്ന സാധനമാണല്ലേ ടേബിളും ചെയറും. നമ്മുടെ വീട്ടിൽ ഉണ്ടാവും, പക്ഷെ ഇത് സ്റ്റഡി ടേബിളും ചെയറും ആണ്. അത് നമ്മുടെ സ്കൂളിൽ കാണാറുണ്ട്. ഫ്രിഡ്ജ് സ്കൂളിൽ ഉണ്ടാവാറുണ്ടോ? ഫ്രിഡ്ജ് നോർമലി നമ്മുടെ വീട്ടിലെ കിച്ചണിലാണല്ലേ ഉണ്ടാവുക. സ്കൂളിൽ ചിലപ്പോ ഫ്രിഡ്ജ് ഉണ്ടാവാം, പക്ഷെ നമ്മുടെ ക്ലാസ് റൂമിലൊന്നും ആവശ്യമുള്ള സാധനമല്ല അത്. അപ്പോ ഈ ടേബിളിനും ചെയറിനും കളർ കൊടുത്തത് കണ്ടില്ലേ, നല്ല നീറ്റ് ആയിട്ട് ആ ബോക്സിന്റെ ഉള്ളിൽ മാത്രം കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജിന്റെ അടുത്ത് എന്ത് ചെയ്യുക, ഗ്രീൻ കളർ കൊടുക്കുക. പിന്നെ ബ്ലാക്ക് ബോർഡിന്റെ അടുത്ത് വീണ്ടും റെഡ് കളർ കൊടുക്കുക. അങ്ങനെ നല്ല നീറ്റ് ആയിട്ട് കളർ ചെയ്യുക. നല്ല നീറ്റ് ആയിട്ട് റൗണ്ട് ചെയ്തതും മിസ്സിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാവരും സെൻഡ് ചെയ്യണം. ഇഷാനിയും റഫാനും ആദിശ്രീ, എയ്തൻ, ഉമർ, ലുബാബ, ഏബൽ ജിയോ, നിതാഷ, ഐവിൻ ജോസഫ്, ഫാത്തിമ മെഹ്റിൻ, ഏബൽ സിൻഡോ, അൻവിത പ്രജീസ്, എയ്തൻ തോമസ്. ഇത്രയും പേരാണ് ഇന്ന് ക്ലാസ്സിലുള്ളത് അല്ലെ. അപ്പൊ എല്ലാവരും മിസ്സിന് ഫോട്ടോ അയച്ചു തരണം. ഓക്കെ ഓക്കെ, നന്നായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബുക്കില് ആവശ്യമില്ലാതെ വരച്ചിടാനോ വൃത്തികേടാക്കാനോ പാടില്ല. ഓക്കെ, അപ്പൊ ഉച്ചശേഷം നമുക്കൊരു ക്ലാസ് കൂടി ഉണ്ടല്ലേ. അപ്പൊ ഉച്ചശേഷത്തെ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോ വൈകുന്നേരം റൗണ്ട് ചെയ്തിട്ട് കളർ ചെയ്തിട്ടൊക്കെ മിസ്സിന് അയക്കുക. നീറ്റായിട്ട് ആരാണ് ഏറ്റവും നന്നായിട്ട് ബോക്സിന്റെ അകത്ത് കളർ ചെയ്തേ നോക്കട്ടെ. അങ്ങനത്തെ അവർക്ക് 5 സ്റ്റാർ ഉണ്ട്. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നവർക്ക് 5 സ്റ്റാർ കിട്ടും. ഓക്കെ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ. നമ്മുടെ ടൈം ഏകദേശം പോവാൻ പോവാണ്. Only 1 minute is remaining there. Okay okay, say bye bye. Okay okay, Aiden J Matthew bye ഒന്നും ഇല്ലേ Aiden? Bye Aiden J Matthew. Bye bye. Okay okay, Abel Gio. Okay okay, നമുക്ക് ആഫ്റ്റർനൂൺ വീണ്ടും കാണാം അല്ലേ. ഓക്കെ ബൈ. എല്ലാവരും പോവാ, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റെഡി ആയിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ അല്ലേ. ഓക്കെ ബൈ.